Hi friends, എല്ലാവർക്കും AbduTalksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റേഷൻ കാർഡ്. നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ വരുമാനം, പിന്നെ നമ്മുടെ ജോലി, പിന്നെ നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ്, അതായത് നമ്മുടെ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ NRK എന്നുള്ള നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് ഓൺലൈനിൽ വളരെ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ ആദ്യം ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് കേരള സിവിൽ സപ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ കേരള സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിവിൽ സപ്ലൈസ് kerala.government.in എന്ന വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ മുകളിലായി നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാം. അതായത് ഇ സർവീസസ് ലോഗിൻ, അക്ഷയ ലോഗിൻ, സിറ്റിസൺ ലോഗിൻ. ഇതിൽ സിറ്റിസൺ ലോഗിൻ എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി വരുന്ന പേജിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മുൻപേ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ ID പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് ഇവിടെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ റേഷൻ കാർഡിൻ്റെ ഓൺലൈൻ സർവീസുമായിട്ട് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നോക്കി നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതേ വിഷയം ഇവിടെ വീണ്ടും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും ലോഗിൻ IDയും പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അതോടുകൂടെ നമ്മുടെ ലോഗിൻ പേജിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളുടെയും ഡീറ്റെയിൽസ് കാണാം. അതായത് അപേക്ഷയുടെ ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ കാണാവുന്നതാണ്. ഇതൊന്നെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചതായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മുൻപ് അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ കോമൺ ഹെൽപ്പ് സെൻറ്റർ വഴിയോ ഒക്കെ സമർപ്പിച്ച അപേക്ഷകളായിരിക്കും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപേക്ഷകൾക്കും നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന ഇ സർവീസസ് എന്നൊരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതോടുകൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് കാണാം. അതായത് നിങ്ങളുടെ അപേക്ഷയുടെ 7 ഘട്ടങ്ങൾ, അതായത് 7 സ്റ്റെപ്പ് എങ്ങനെയാണ് അപേക്ഷ ഫൈനലിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ അപേക്ഷ ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ അപേക്ഷ സേവ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ഡ്രാഫ്റ്റ് അപേക്ഷ നമ്മൾ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ച അപേക്ഷ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് ആ പ്രിൻ്റ് ചെയ്ത അപേക്ഷയിൽ റേഷൻ കാർഡ് ഉടമ സൈൻ ചെയ്തിട്ട് വീണ്ടും സമർപ്പിച്ചാൽ മാത്രമേ നമ്മുടെ അപേക്ഷ പൂർണ്ണമാവുകയും നമ്മുടെ അപേക്ഷ താലൂക്ക് ഓഫീസർക്ക് അവരുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ക്ലോസ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ പ്രൊഫഷൻ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന പ്രൊഫഷൻ ചേഞ്ച് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല ആ വ്യക്തിയുടെ സ്റ്റാറ്റസ്, അതായത് റെസിഡൻറ്റ് സ്റ്റാറ്റസ്, അതായത് NRI അല്ലെങ്കിൽ NRK ആണെങ്കിൽ അത് മാറ്റാനാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഈ കാണുന്ന പ്രൊഫഷൻ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ചേഞ്ച് റെസിഡൻറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ ചേഞ്ച് റെസിഡൻറ്റ് സ്റ്റാറ്റസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അംഗത്തിൻ്റെ റെസിഡൻറ്റ് സ്റ്റാറ്റസ്, അതായത് NRI NRK എന്നുള്ള സ്റ്റാറ്റസ് മാറ്റാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതേ വ്യക്തിയുടെ ജോലി, അതേ വ്യക്തിയുടെ വരുമാനം, ആ വ്യക്തിയുടെ NRI NRS സ്റ്റാറ്റസ് എല്ലാം മാറ്റാൻ നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ ചേഞ്ച് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രൊഫഷൻ ചേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പ്രൊഫഷൻ ചേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഇതുപോലെ ഒരു പേജ് നിങ്ങൾ കാണാവുന്നതാണ്. ഈ പേജിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഒരു ഇലക്ട്രോണിക് രൂപം നിങ്ങൾ കാണാം. അതായത് ഈ ഒരു ഏരിയയിൽ റേഷൻ കാർഡ് ഉടമയും റേഷൻ കാർഡിൻ്റെ വിലാസവും മറ്റ് വിവരങ്ങൾ കാണാം. ഈ ഒരു ഏരിയയിലായിട്ട് റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരും അവരുടെ ജനനത്തീയതി കാണാം, അവരും ഉടമയുമായുള്ള ബന്ധം കാണാം. ഇനി ഈ സ്ക്രീൻ കുറച്ചൊന്ന് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഇപ്പോൾ നിങ്ങൾ റേഷൻ കാർഡിലുള്ള അവരുടെ ജോലി കാണാം, ഇനി അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ് കാണാം, ഇനി അവരുടെ വരുമാനം കാണാം. ഇതിൽ നിങ്ങൾക്ക് ആരുടെയൊക്കെ വിവരങ്ങളാണ്, ആരുടെയൊക്കെ ജോലി, അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ്, അവരുടെ വരുമാനമാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെങ്കിൽ അത് നിങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ അപേക്ഷ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ആദ്യം നമ്മൾ ഒരു വ്യക്തിനെ ചൂസ് ചെയ്യണം. അതായത് നമുക്ക് ഏത് വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിനെ നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ എൻ്റെ പേര് ഞാനിവിടെ അബ്ദുൽ ലത്തീഫ് എന്നുള്ള എൻ്റെ പേര് ഞാനിവിടെ ചൂസ് ചെയ്തു. എൻ്റെ പേര് ചൂസ് ചെയ്യുന്നതോടുകൂടെ എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ജോലി, എൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ്, എൻ്റെ ഇൻകം എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഇനിയിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ജോലിയാണ് മാറ്റേണ്ടത്. എൻ്റെ ജോലി ഇപ്പോൾ കറൻ്റ് പ്രവാസി എന്നാണ്. ഇനിയിപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം എൻ്റെ ജോലി ഞാൻ പ്രവാസി മാറ്റിയിട്ട് ഞാനിവിടെ പ്രൊഫഷണൽ എന്ന് കൊടുക്കും. ഇനി എൻ്റെ വരുമാനം ഇപ്പം ഉള്ള ഒരു വരുമാനമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേറെ വരുമാനം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വരുമാനം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വരുമാനം നിങ്ങൾക്ക് കുറക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇനി വരുമാനം കൂട്ടുന്നതാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതായത് നിങ്ങളൊരു IT റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ്, അതായത് നമ്മുടെ NRK, അതായത് നോൺ റെസിഡൻസ് കേരളൈറ്റ് സ്റ്റാറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് യെസ് ആണ്, അതായത് ഞാനിപ്പം കേരളത്തിന് വെളിയിലാണ്. ഇനിയിപ്പോൾ അത് കേരളത്തിൻ്റെ അകത്താണ്, അതായത് നോ എന്നാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ എൻ്റെ വിസ ക്യാൻസൽ, കാരണം ഞാൻ എൻ്റെ പ്രൊഫഷണൽ പ്രവാസിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇവിടെ NRK നോ എന്ന് കൊടുക്കണമെങ്കിൽ വിസ ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ടിൻ്റെ പേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഈ മാറ്റം വരുത്തുന്നതിനുള്ള കാരണം കൊടുക്കണം. അപ്പം മിക്കവർക്കും നിങ്ങളുടെ പ്രൊഫഷൻ മാറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നെങ്കിൽ പുതിയ ജോലി കിട്ടിയതായിരിക്കും, അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആദ്യം നമ്മുടെ സേവ് ചെയ്യണം. നമ്മൾ അപേക്ഷ സേവ് ചെയ്യുന്നതോടുകൂടെ ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം വ്യക്തികളുടെ ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോരുത്തരും നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോലെ ഓരോ വ്യക്തികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ എൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് NRK എന്ന് നോയിലേക്കാണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ നിർബന്ധമായിട്ടും ഞാനിവിടെ എന്ത് കൊടുക്കണം? എൻ്റെ വിസ റദ്ദാക്കിയ, അതായത് പാസ്പോർട്ടിൻ്റെ പേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഇൻകം, വരുമാനം നിങ്ങൾ എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വരുമാനം കുറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്തായാലും എൻ്റെ ഇൻകത്തിൽ ഞാനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് എന്തായാലും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സക്സസ്ഫുള്ളായി അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അപേക്ഷ നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡോക്യുമെന്റ് ഒരു PDF ഡോക്യുമെന്റ് ആയിരിക്കണം. അതിൻ്റെ മാക്സിമം സൈസ് 200 KB ആയിരിക്കണം. നിങ്ങളുടെ ഫയല് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, സൈസ് കുറക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ കംപ്രസ്, അതായത് PDF to go എന്നൊരു സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ PDF ഡോക്യുമെന്റ് നിങ്ങൾക്ക് സൈസ് കുറക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ അപേക്ഷ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് കൊടുക്കാവുന്ന റിവ്യൂ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഒരു അപേക്ഷ നിങ്ങൾ കാണാം. അതിൽ നിങ്ങൾ മാറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയ പേജിലേക്ക് പോയിട്ട് നിങ്ങളുടെ അപേക്ഷ, അതായത് ഡ്രാഫ്റ്റ് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുക. അതിനുവേണ്ടി ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഡ്രാഫ്റ്റ് അപേക്ഷ സബ്മിറ്റ് ആയി എന്നൊരു മെസ്സേജ് നിങ്ങൾ കാണാം. അതിവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ നിങ്ങൾ ആദ്യം പ്രിന്റ് ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ കാണുന്ന പ്രിന്റ് എന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. ഈ അപേക്ഷ നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ കാർഡ് ഉടമ ഇവിടെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രിന്റ് ചെയ്ത് കാർഡ് ഉടമ സൈൻ ചെയ്ത ആ സൈൻഡ് ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നിങ്ങൾക്കിവിടെ സൈൻഡ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ സൈൻഡ് ആപ്ലിക്കേഷനും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വേണ്ടത് ഫൈനൽ സബ്മിറ്റ് എന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആയി എന്ന ഇതുപോലൊരു മെസ്സേജും നിങ്ങളുടെ അപേക്ഷ നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയൊക്കെ നിങ്ങൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ അപേക്ഷ ഇപ്പോൾ സബ്മിറ്റഡ് എന്നാണ് കാണുന്നത്. ഇനി ഈ അപേക്ഷ ഇവിടെ റിസീവ്ഡ് എന്നുള്ളത് സബ്മിറ്റ് കഴിഞ്ഞ് റിസീവ്ഡ് ആയി, ഇനി അത് അപ്രൂവ്ഡ് ആയിട്ട് വരും. അങ്ങനെ നിങ്ങളുടെ അപേക്ഷ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസർ അത് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു എന്നും അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ആയി എന്നുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ റേഷൻ കാർഡ്, ആ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത റേഷൻ കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരത്തെ സൈൻ ചെയ്ത അപേക്ഷയും നിങ്ങളുടെ പഴയ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്.
ഇതോടുകൂടെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഒരു വ്യക്തിയുടെ ജോലി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് അതായത് NRK സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ അപേക്ഷയൊക്കെ എങ്ങനെ പൂരിപ്പിക്കുക അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.